Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Test whether the following series is absolutely convergent or conditionally convergent. Sigma k into 1 to infinity minus 1 raised to k into 1 by the root of k into k plus 1. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യാൻ പോണത് തന്നിരിക്കുന്ന സീരീസിലെ യു കെ എന്ന് പറയുന്നത് എന്താണ്? യു കെ is equal to minus 1 raised to k by 1 by the root of k into k plus 1. ഇതിൽ നിന്ന് മോഡുലസ് ഓഫ് യു കെ എടുക്കാം. മോഡുലസ് ഓഫ് യു കെ എന്ന് പറയുന്നതാണ് 1 by root of k into k plus 1. ഈ മോഡുലസ് ഓഫ് യു കെ എന്നുള്ളത് 1 by root of k into k plus 1 എന്നുള്ളത് നമ്മൾ ആബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ നോക്കാനായിട്ട് നമുക്ക് പല ടെസ്റ്റുകളുണ്ട്. റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്, റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഫാക്ടോറിയൽ വരുമ്പോഴും പവർ കെ വരുമ്പോഴും ഒക്കെയാണ്. റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഹോൾ റൈസ് ടു. നമ്മൾ ഇതല്ലാത്ത കേസിലാണ് ലിമിറ്റ് ടെസ്റ്റ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് ഫോം ചെയ്യണം. ഫോം എ ന്യൂ സീരീസ്. അതിന് നമുക്ക് മോഡൽസ് ഓഫ് വി കെ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by പുതിയ സീരീസ് ഫോം ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 1 എടുക്കുക, ഡിനോമിനേറ്ററിൽ കെ ഇൻറ്റു കെ. കെ ഇൻറ്റു കെ എന്താണ്? കെ സ്ക്വയർ ആണ്. കെ സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്ത് വരും? കെ എന്ന്. 1 by root of k square ആണ് നമ്മൾ എടുക്കുന്നത്. ആ 1 by root of k square റൂട്ട് ഓഫ് കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ സ്ക്വയറിന്റെ റൂട്ട് കെ വരും. അപ്പൊ പുതിയ സീരീസ് 1 by k ആവും. ഈ 1 by k എന്നുള്ള സീരീസ് ഒരു പി സീരീസ് ആണ്. കാരണം ഇവിടെ ഈ കെയുടെ പവർ 1. സിഗ്മ k equal to 1 to infinity 1 by k raised to p. ഈ ഫോമിലാണ് സീരീസ്. ഇവിടെ p is equal to എന്താണ്? p is equal to 1 ആണ്. p is equal to 1 ആവുമ്പോൾ നമുക്ക് പറയുന്നത് the given new series is divergent. Therefore നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ന്യൂ സീരീസ് ഡൈവർജന്റ് ആണ്. നമുക്ക് 1 by k raised to 1 എന്നുള്ളത് ഡൈവർജന്റ് ആണ് കിട്ടി. p യുടെ വാല്യൂ 1 ആണെങ്കിൽ p യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരുമ്പോഴാണ് കൺവെർജന്റ് ആവുന്നത്. p യുടെ വാല്യൂ 1 വരുമ്പോൾ ന്യൂ സീരീസ് ഈസ് ഡൈവർജന്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് യു കെ ബൈ വി കെ. ദാറ്റ് ഈസ് ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് യു കെ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് യു കെ എന്ന് പറയുന്നത് 1 by root of k into k plus 1 divided by താഴെ എന്താണ്? 1 by k. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടാൻ നോക്കാം. That is equal to limited k tends to infinity 1 by root of k into k plus 1 into k by 1. That is equal to limited k tends to infinity 1 by root of k into k plus 1 k square ആണ്. k square ന്റെ റൂട്ട് എത്രയാണ്? k എന്ന് വരും. ഇവിടെ നമ്മൾ ചെയ്യണത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് k into ഇതിൽ നിന്ന് k plus 1 k പുറത്തെടുത്ത് 1 plus 1 by k എന്ന് വരും into k by 1. That is equal to limited k tends to infinity 1 by k square ന്റെ റൂട്ട് എത്രയാണ്? k വരും into root of 1 plus 1 by k into k by 1. ഈ k ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 വരും. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ബേസില് റോയുടെ വാല്യൂ നമുക്ക് 1 കിട്ടി, ഗ്രേറ്റർ ദാൻ 0 കിട്ടി, ഫൈനൈറ്റ് കിട്ടി. പുതിയ സീരീസ് ഡൈവർജന്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? The given series is absolutely divergent. ആദ്യത്തെ കേസ് നമ്മൾ ഇത് തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ നിന്നും അതിന്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുത്തു, മോഡുലസ് ഓഫ് യു കെ എടുത്തു. മോഡുലസ് ഓഫ് യു കെ 1 by root of k into k plus 1 ആണ് കിട്ടിയത്.
അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് റേഷ്യോ ടെസ്റ്റ് ഫോർ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ പുതിയൊരു സീരീസ് നമ്മൾ ഫോം ചെയ്യണം. നമ്മളിവിടെ ചെയ്ത പുതിയ സീരീസ് എന്താണ്? 1/k എന്നാണ്. ഇവിടെ കെയുടെ പവർ 1 ആണ്. ഇതൊരു പി സീരീസ് ആണ്. പിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മൾ പറയും ന്യൂ സീരീസ് ഡൈവർജന്റ് ആണെന്ന് പറയും. then നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യും. ലിമിറ്റ് k ടെൻഡ്സ് ടു മോഡുലസ് ഓഫ് uk ബൈ vk. അങ്ങനെ റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് വാല്യൂ എത്രയാണ്? 1 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പറയും given series is absolutely divergent. ഇനി ഇത് കണ്ടീഷണലി കൺവർജന്റ് ആണോ നോക്കണം. കണ്ടീഷണലി കൺവർജന്റ് ആണോ നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റേജ് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് ലെബിനിസ് ടെസ്റ്റ്. ലെബിനിസ് ടെസ്റ്റ് ലെബിനിസ് ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് അൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. ലെബിനിസ് ടെസ്റ്റ് അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ്. ആ അൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് ലെബിനിസ് ടെസ്റ്റ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന സീരീസിലെ AK എന്ന് പറയുന്നത് നമ്മൾ AK എന്ന് പേര് കൊടുത്താൽ 1/√k × k+1. അതിലെ AK+1 എടുക്കും. AK+1 എന്താണ്? AK+1 എന്നുള്ളത് 1/√k+1 × k+2. ഈ കെക്ക് പകരം നമ്മൾ k+1 കൊടുത്തപ്പോ √1/√k+1 × k+2 ആയി. അപ്പൊ ക്ലിയർലി +1 less than AK. അപ്പൊ ലെബിനിസ് ടെസ്റ്റ് പ്രകാരം ഒന്നാമത്തെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. AK+1 less than AK എന്ന് കിട്ടി. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AK. ദാറ്റ് ഈസ് ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/√k × k+1. നമ്മൾ kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് സംഭവിക്കും. ഡിനോമിനേറ്ററിൽ വലുതാവുമ്പോൾ ആൻസർ 0. അപ്പോ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AK എന്നുള്ളത് 0 എന്ന് കിട്ടി. അപ്പോൾ ലെബിനിസ് ടെസ്റ്റ് പ്രകാരം രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? AK+1 less than AK എന്ന് കിട്ടി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AK എന്നുള്ളത് 0 കിട്ടി. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ നമ്മൾ പറയുന്നത് എന്താണ്? കൺവർജന്റ് എന്ന് പറയും. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? given series is conditionally convergent. given series is conditionally convergent. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? given series അതായത് AK+1 less than AK ഒരു കണ്ടീഷൻ, രണ്ടാമത് k टेंड्स टू AK equal to 0. therefore the given series എന്താണ്? k equal to 1 to infinity minus 1 plus k by 1/√k × k+1 is conditionally convergent. നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടീഷണലി. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? തന്നിരിക്കുന്ന പ്രോബ്ലം അബ്സല്യൂട്ട്ലി കൺവർജന്റ് ആണോ ഡൈവർജന്റ് ആണോ നോക്കി. അത് നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിച്ചു? റേഷ്യോ ടെസ്റ്റ് ഫോർ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? തന്നിരിക്കുന്ന സീരീസിൽ നിന്ന് മോഡുലസ് ഓഫ് UK കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഫോം എന്താണ്? ഒരു പുതിയ സീരീസ് ഫോം ചെയ്തു. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? ആ പുതിയ സീരീസ് കൺവർജന്റ് ആണോ ഡൈവർജന്റ് ആണോ നോക്കി. ഈ ഒരു പ്രോബ്ലത്തിൽ പിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഗിവൺ നമ്മുടെ ന്യൂ സീരീസ് എന്തായിരിക്കും? ന്യൂ സീരീസ് ഡൈവർജന്റ് ആണെന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്തു. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AK UK by VK, മോഡുലസ് ഓഫ് UK by VK. അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് 1 ആണ്. 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തുകൊണ്ട്, അതായത് പുതിയ സീരീസ് ഡൈവർജന്റ് ആയി, അറ്റ് ദ സെയിം ടൈം റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ഫൈനൈറ്റ് ആയി. അപ്പോ ഈ പുതിയ സീരീസ് ഡൈവർജന്റ് ആയതുകൊണ്ട് നമ്മൾ പറയും തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ കണ്ടീഷണലി കൺവർജന്റ് ആണോ നോക്കണം. അതിന് എന്ത് ചെയ്യും? ലെബിനിസ് ടെസ്റ്റ് ഉപയോഗിക്കും. ലെബിനിസ് ടെസ്റ്റ് പറയുന്ന മറ്റൊരു പേര് എന്താണ്? അൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. അത് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് നോക്കേണ്ടത്. ഒന്ന് AK+1 less than AK ആണെന്ന് നോക്കാം. ഇവിടെ AK എന്നുള്ളത് നമ്മൾ 1/√k × k+1 എടുത്തു. AK+1 എന്നുള്ളത് 1/, ആ kക്ക് വരെ k+1 കൊടുത്തു. അപ്പൊ നമുക്ക് ക്ലിയർലി നമുക്ക് മനസ്സിലാവും AK+1 less than AK എന്ന് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AK എടുത്തു. അതിന്റെ ആൻസർ എത്ര കിട്ടി? 0 കിട്ടി. അപ്പൊ ലെബിനിസ് ടെസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് പ്രകാരം ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നു the given series is conditionally convergent. ഓക്കെ, അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.